തെറാപ്പിയാണെങ്കിൽ ഒരു 9 ദിവസമായി തെറാപ്പി എടുത്തിട്ട്. അപ്പോൾ എന്തായാലും നാളെ ഒരു ജോബ് ഇതിൻ്റെ പോവാണ്. ജോബ് കിട്ടുവാണ് എനിക്ക് തെറാപ്പി ഒരു കണ്ടിന്യൂ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. മെഡിസിൻ എടുത്തതിൻ്റെ വ്യത്യാസമായി ചിന്തിച്ചു മനസ്സിലായി. തെറാപ്പി മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഇലക്ട്രോൺ മെഡിസിൻ ബേസ് തെറാപ്പി ഒരു ഷോർട്ട് ടേം മാക്സിമം എഫക്റ്റീവായിട്ട് ഇൻറ്റൻസ് വർക്കിനുള്ള റിക്കവറിക്ക് കാരണമാകുന്നത് റീവയറിംഗ് പ്രോസസ്സായി മാറാൻ സാധ്യതയുള്ളൊരു ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ കൂടുതലവസ്ഥ. സോ അതാണ് ഞാൻ മെഡിസിനും തെറാപ്പിയും ഫോളോ അപ്പ് ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെ. അത് ഭാവിയിൽ നമുക്ക് തെറാപ്പിയിൽ മാത്രം ചുരുങ്ങുക എന്നുള്ള അവസ്ഥയാണ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് അവർക്ക് നേരത്തെ സജസ്റ്റ് ചെയ്തിരുന്നത്. അത് തെറാപ്പിയിൽ കുറേ സങ്കടങ്ങൾ എന്താ പറയുക, നേരത്തെ മെഡിസിൻ പോയി എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് എന്തിനാണ് അറിയുന്നത് അറിയില്ല. ഇപ്പോൾ എന്തിനാണ് മെൻ്റലി കുറച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്തിനാണ് അറിയുന്നത്. ഈ തെറാപ്പി എടുത്തുകൊണ്ടാണ് ക്ലാരിറ്റി കിട്ടിയത്. ഇപ്പോൾ കുറച്ച് നാളത്തെ ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തെറാപ്പി അവസാനത്തെ ഒരു എഫക്റ്റ് ആണ്. അപ്പം അങ്ങനെയാവുന്നത് കുറച്ച് മെൻ്റലി നമ്മൾ ഒരു സെൽഫ് കോപ്പിംഗ് മെക്കാനിസങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം. പക്ഷേ എന്തൊക്കെയോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ്. അതായത് ലിമിറ്റിൽ കൂടുന്ന തെറാപ്പി മാറിയുന്ന മനസ്സ് ഒരുതരം മരിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വരും. ബിക്കോസ് ഐ ഡോണ്ട് നോ വൈ ഒരുതരം ഡിസേബിലിറ്റി കണ്ടീഷനിലേക്ക് ആയിട്ട്. അപ്പോൾ അത് അഡിക്ഷനും കൂടി ആകുമ്പോൾ വൃത്തി എന്നുള്ള അവസ്ഥയിൽ മറക്കുവാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യുക, ഒരു ഹെൽപ്പ്, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ചെയ്യാണ് എനിക്ക് വേണം. എല്ലാവരുടെയും കേസിൽ കാണുന്ന അറിയില്ല. അത് ഒന്നുമേ ചെയ്യുള്ളൂ. അഡിക്ഷൻസിനൊക്കെ ട്രോമയൊന്നും ഒരിക്കലും പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ അതിൻ്റെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അഡിക്ഷൻസിന് വരുമ്പോൾ നിലവാരം തന്നെ കൺട്രോൾ ചെയ്ത് ജീവിതത്തിൽ നശിപ്പിക്കാത്ത മുന്നോട്ട് പോകാൻ സാധിക്കും. എഫേർട്ട് ഇടാൻ എന്തായാലും ഇനിയും ചെയ്തനുസരിച്ചാണെങ്കിൽ തെറാപ്പി ഒരു അടുത്ത മാസം 1-ാം തീയതി ചെയ്താൽ മതി. ഏകദേശം 20 ദിവസമൊക്കെ ചെയ്താൽ മതി.